നമസ്കാരം. അട്ടക്കുളങ്ങര ജയിലിൽ വധശിക്ഷയും കാത്തു കഴിയുന്ന കഷായം ഗ്രീഷ്മയ്ക്ക് മുൻപ് വധശിക്ഷയും കാത്ത് ഏകാന്ത തടവിൽ കഴിയുന്ന റഫീഖ ബീവിയെ കുറിച്ചാണ്. റഫീഖ ബീവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയ ഒന്നൊരു 14 വയസ്സ് തികയാത്ത ഒരു പാവം പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും, രണ്ടാമത് വിഴിഞ്ഞ ശാന്തകുമാരി, വൃദ്ധയായ ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കേസിലെയും പ്രതിയാണ്. ഈ 14 വയസ്സുള്ള പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് തെളിയുന്നത് ഈ ശാന്തകുമാരി കേസിൽ പിടിക്കപ്പെടുമ്പോൾ ആളാണ് ഈ റഫീഖ ബീവിയെ തന്നെയാണ് ഈ 14 വയസ്സുള്ള കുട്ടിയെ കൊന്നതെന്ന് മനസ്സിലാകുന്നത്. ആദ്യം ശാന്തകുമാരി ഈ ഈ റഫീഖ ബീവിക്ക് ഒരു സുഹൃത്തുണ്ട്, അല്ലമീൻ എന്നാണ് പേര്. റഫീഖ ബീവിക്ക് ഒരു മകനുണ്ട്, ഷെഫീഖ്. ഇവര് പേരുമാണ് ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നത്. ഇവർക്ക് ശാന്തകുമാരി കേസിൽ ഈ 3 പേർക്കും വധശിക്ഷയാണ് വിധിച്ചത്. ഇവർ 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 ശാന്തകുമാരി താമസിക്കുന്ന വിഴിഞ്ഞത്തുള്ള വീടിന്റെ തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാന്തകുമാരിയുടെ കയ്യിൽ സ്വർണവും ആഭരണങ്ങളെല്ലാം ഉള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ അവരുടെ വീടിന്റെ തൊട്ടത്ത് ഈ റഫീഖ ബീവി, സുഹൃത്തായ അല്ലമീന്, മകനായ ഷെഫീഖ്, ഇവർ ശാന്തകുമാരിയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുകയും ഇവരുടെ മെയിൻ അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളുടെ അടുത്ത് വീട്ടിൽ വന്ന് താമസിക്കുക വാടകയ്ക്ക്, എന്നിട്ട് അവരുമായി സൗഹൃദത്തിലാവുക, അങ്ങനെ അവരിൽ നിന്ന് പണം തട്ടുക ഒക്കെയാണ്. അപ്പോൾ ശാന്തകുമാരിയുടെ വീടിന് തൊട്ടടുത്തായിട്ട് വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുകയും ശാന്തകുമാരിയുമായിട്ട് റഫീഖ വളരെയധികം ബന്ധത്തിൽ സൗഹൃദത്തിൽ ആവുകയും, അങ്ങനെ ശാന്തകുമാരി ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീട്ടിൽ വരികയും, ഒരു ദിവസം ശാന്തകുമാരി ഇവര് ആ വാടക വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ തലേ ദിവസം ശാന്തകുമാരി വിളിക്കുകയും ശാന്തകുമാരി വീട്ടിലേക്ക് വരികയും, എന്നിട്ട് കതവ് അടച്ച് ഈ സുഹൃത്ത് അല്ലമീനും ഷെഫീഖും കൂടെ ശാന്തകുമാരിയെ കെട്ടി വരികയും റഫീഖ ബീവി തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയുമാണ് ചെയ്തത്. അതിനെ തുടർന്ന് സാരി കൊണ്ട് ഇവരെ ചുറ്റി വലിച്ച് മച്ചിന്റെ പുറത്ത് ഷെഫീഖും അല്ലമീനും കൂടെ ഇടുകയാണ് ചെയ്തത്, മരിച്ചെന്ന് ഉറപ്പാക്കി. അതിനുശേഷം ഇവിടെ ഒന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. വീടിന്റെ ഉടമസ്ഥൻ അവിടെ വന്ന് നോക്കുമ്പോൾ ഈ മച്ചിന്റെ മേളിൽ നിന്ന് രക്തം വരുന്ന കണ്ടാണ് ഉടനെ പോലീസിൽ അറിയിക്കുകയും, പോലീസ് വന്ന് നോക്കുമ്പോൾ പോലീസ് വളരെ പാടുപെട്ടാണ് ഈ ശാന്തകുമാരിയുടെ ബോഡി മച്ചിന്റെ മുകളിൽ നിന്ന് എടുക്കുന്നത്. പോലീസ് അങ്ങനെ വന്നെടുക്കുകയും, അപ്പൊ ഈ വാടകയ്ക്ക് ഇവിടെ താമസിച്ചിരുന്നത് റഫീഖ ബീവി ആണെന്ന് പോലീസിന് മനസ്സിലാവുകയും എല്ലായിടത്തും അറിയിപ്പ് കൊടുക്കുകയും, അങ്ങനെ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് അല്ലമീൻ എന്ന് പറയുന്ന ആള് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് പോലീസിന് ഇൻഫർമേഷൻ ട്രാവൽ ഏജൻസി കൊടുക്കുകയും, അങ്ങനെ പോലീസ് കഴക്കൂട്ടത്ത് വെച്ച് ഇവരെ വളയുകയും ആ ബസ്സിൽ ഈ 3 പേരും റഫീഖ ബീവിയും സുഹൃത്തായ അല്ലമീനും മകനായ ഷെഫീഖും ഉണ്ടായിരുന്നു. ഇവരെ 3 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ശാന്തകുമാരിയെ കൊല ചെയ്ത കാര്യം, എന്നിട്ട് 44 ഗ്രാം സ്വർണവും മായിട്ട് കടന്നതിന്റെ പിടികിട്ടുന്നത്. അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് 14 വയസ്സുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപാതകം ചെയ്ത കേസിന്റെ തെളിവും അങ്ങനെയാണ് കിട്ടുന്നത്. അത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരെ പഴയ ഹിസ്റ്ററി എടുക്കുമ്പോൾ റഫീഖ ബീവി താമസിച്ചത് ഈ 14 വയസ്സുള്ള കൊല്ലപ്പെട്ട കോവളത്തുള്ള 14 വയസ്സുള്ള ഈ പെൺകുട്ടി താമസിച്ച വീടിന്റെ അടുത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുമായിട്ട് ഈ റഫീഖ ബീവി സൗഹൃദമാവുകയും ഇടയ്ക്ക് വീട്ടിൽ വിളിച്ച് ബിരിയാണിയൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒരു വട്ടം വീട്ടിൽ ഈ പെൺകുട്ടിയെ വിളിക്കുകയും തന്റെ മകനായ ഷെഫീഖിന് വേണ്ടി ആ കുട്ടിയെ കതവ് അടച്ച് റൂമിലിട്ട് പൂട്ടുകയും തന്റെ മകനായ ഷെഫീഖിന് വേണ്ടി കാഴ്ചവെക്കുകയാണ് ചെയ്തത്. ആ കുട്ടിയെ ഷെഫീഖ് റേപ്പ് ചെയ്തതിന് ശേഷം ഇവർ തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. ഈ റഫീഖ ബീവിയാണ് ഈ 2 കേസിലെ സ്ത്രീകളെ തലക്കടിച്ച് കൊല്ലുന്നത്. എന്നിട്ട് ഇവര് കടന്നു കളയുകയാണ് ചെയ്തത്. ഇതാണ് അതിക്രൂരയായ നീചയായ ഒരു സ്ത്രീ തന്നെയാണ് ഈ റഫീഖ ബീവി എന്ന് പറയുന്നത്. അവർക്ക് വധശിക്ഷ തന്നെ കൊടുത്ത ബഷീർ എന്ന അദ്ദേഹത്തിന് ഒരു വലിയ സല്യൂട്ട്. അപ്പോൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.